ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമുക്ക് താങ്ങൂല. മെഡിക്കൽ കോളേജിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതാ നല്ലത്. പൈസ വേണ്ടല്ലോ. എന്നാലും ഒരു നല്ലൊരു സംഖ്യ, ഏകദേശം 60,000 റുപ്യ. പൈസൻ്റെ കാര്യം പ്രശ്നമല്ല, അത് എത്ര വേണമെങ്കിലും അവൻ്റെ അടുത്തുണ്ടാവും. പക്ഷെ ആ വിസ ക്യാൻസലായി പോയാൽ എന്താ ചെയ്യുക? ഓനൊരു പെണ്ണും കുട്ടിയൊക്കെ ഉള്ളതല്ലേ. ഒരേ കുത്തിയിരുന്നാൽ ആരാ നോക്കുക? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സുബൈറിൻ്റെ അസുഖം പൂർണ്ണമായി സുഖമാകുന്നത് വരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവനിപ്പോൾ പൂർണ്ണമായ വിശ്രമവും മനസ്സമാധാനവും ആവശ്യമായ സമയമാണ്. ഈ എന്താണ് ഈ പറയുന്നത്? ഞാനിപ്പോൾ ഒരു സ്വന്തം പരക്കാരനാ. അതിൻ്റെ പുറമെ തറവാട്ടിലെ കാര്യങ്ങളും കൂടി നോക്കാൻ എനിക്ക് എവിടുന്നാ വരുമാനം? വേണ്ട, ചെറിയൊരു പെട്ടിക്കട ഇത്ര വലിയൊരു ഷോപ്പാക്കി മാറ്റാൻ സുബൈർ തന്ന 1.5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നല്ലൊരു സമ്പാദ്യം ഉണ്ടല്ലോ ബാങ്കിൽ. തിരിച്ചു കൊടുക്കാൻ കടം തന്നൊന്നുമല്ലാതെ എന്നെ സഹായിച്ചതാ. ആ സഹായം തിരിച്ച് അങ്ങോട്ടും ചെയ്തൂടെ എന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം. അതിനിപ്പോൾ അവന് സാമ്പത്തിക പ്രയാസമൊന്നും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. പിന്നെ അവൻ്റെ കാശൊക്കെ എവിടെ പോയി? 10-12 കൊല്ലം ഗൾഫിൽ പോയി പണിയെടുത്തിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പുളിക്കും. നിങ്ങൾക്ക് രണ്ടാക്കും പുതിയ എന്തോ പദ്ധതി ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.